ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് മടങ്ങുമ്പോൾ അവർ എഴുതി കൊടുത്ത ഒന്നും കിട്ടിയിട്ടില്ല എന്ന മഹാസറാണ്. പരിശോധനയിൽ കേസുമായി ബന്ധപ്പെട്ട ഒരു രേഖയും കിട്ടിയിട്ടില്ല എന്ന മഹാസർ വന്നിരിക്കുന്നു. ആ മഹാസർ വായിച്ചു കേൾപ്പിച്ചിരിക്കുന്നു എം പി ജയരാജൻ പ്രവർത്തകർക്ക് മുന്നിൽ. അതിനുശേഷം അവരോട് പിരിഞ്ഞു പോകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രകടനവുമായി മുന്നോട്ട് പോകാനാണ് എം പി ജയരാജൻ ആഹ്വാനം നൽകിയത്. ഏതായാലും നേരം കുറെ എടുത്തു, പരിശോധന പൂർത്തിയാക്കിയെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് പിണറായി വിജയന്റെ കണ്ണൂരിലുള്ള വസതിയിൽ നിന്ന് പുറത്തു കടക്കാൻ അത്ര വലിയ പ്രതിഷേധത്തിന്റെ ഒരു ഉരുക്കു കോട്ടയാണ് അവിടെ കണ്ടത്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങാൻ ആ ഉദ്യോഗസ്ഥർ നന്നേ പാടുപെട്ടു. അതിനുശേഷം എം പി ജയരാജൻ ഇപ്പോൾ ആ മഹസറിലെ വരികൾ പറഞ്ഞു കേൾപ്പിച്ച് അവർക്ക് വായിച്ചു കേൾപ്പിച്ചിരിക്കുന്നു. പിണറായിയുടെ വീട്ടിൽ 8:30-ക്കാണ് റെയ്ഡ് തുടങ്ങിയതെന്നാണ് മഹസറിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നും കിട്ടിയിട്ടില്ല എന്നതാണ് ഈ നിമിഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം. പരിശോധനയിൽ കേസുമായി ബന്ധപ്പെട്ട ഒരു രേഖയും കിട്ടിയിട്ടില്ല എന്ന മഹസറിലെ വരികൾ ഇപ്പോൾ എം പി ജയരാജൻ അണികൾക്ക് പ്രവർത്തകർക്ക് വായിച്ചു കേൾപ്പിച്ചിരിക്കുന്നു. അവരോട് പിരിഞ്ഞു പോകാൻ അദ്ദേഹം ആഹ്വാനം നൽകിയിരിക്കുന്നു. പ്രകടനവുമായി മുന്നോട്ട് നീങ്ങാനാണ് അദ്ദേഹം നൽകിയ നിർദ്ദേശം. വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. കോഴിക്കോട്ടെ റെയ്ഡ് പൂർത്തിയാക്കി ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ പുറത്തേക്കിറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. വണ്ടിക്ക് വഴിമാറാതെ പ്രവർത്തകർ അവിടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ശാന്തരാക്കുകയായിരുന്നു. കണ്ണൂരിലെ റെയ്ഡ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. പിണറായിയുടെ കണ്ണൂരിലെ വീട്ടിലെ റെയ്ഡ് പൂർത്തിയായിട്ടുണ്ട്. ആ മഹസറിലെ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ രേഖകൾ ഒന്നും കിട്ടിയിട്ടില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ന് ഇ.ഡി. അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ മഹസറിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നത് കൂടി പരിശോധിച്ച ശേഷമാണ് CPM പ്രവർത്തകർ അവിടെ നിന്ന് പിന്തിരിയാൻ ഒരുങ്ങുന്നത്. പോലീസ് ആകട്ടെ ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് പുറത്തേക്ക് വഴിയൊരുക്കാനുള്ള ശ്രമത്തിലാണ്. ജില്ലയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. പി ജയരാജനും എം.പി. ജയരാജനും കെ രാഗേഷും ഉൾപ്പെടെയുള്ള CPM-ന്റെ മുതിർന്ന നേതാക്കൾ രാവിലെ മുതൽ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ മഹസറിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് ഇ.ഡി. രേഖപ്പെടുത്തിയ കാര്യം നേതാക്കൾ പുറത്തെത്തി CPM പ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പോലീസ് സംഘം അവിടെ നിന്ന് ഇ.ഡി. ഉദ്യോഗസ്ഥർക്കും ഒപ്പം കേന്ദ്രസേനയ്ക്കും അവിടെ നിന്ന് പുറത്തേക്കിറങ്ങാനുള്ള വഴിയൊരുക്കുകയാണ്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അവിടെ എത്തി വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നമ്മൾ നേരത്തെ കണ്ടു. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുമ്പോഴും ഇ.ഡി. സംഘം പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ അവരുടെ പ്രതിഷേധം അണപൊട്ടിയത് നമ്മൾ കണ്ടതാണ്. ഉന്മേഷ്, അവിടെ ഒരു ചെറിയ പുതിയ വിവരം വരുന്നത്, ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ വാഹനം ഇപ്പോൾ കോഴിക്കോട്ട് കടന്നുപോയിട്ടുണ്ട്, കടന്നുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ മുഹമ്മദ് റിയാസിന്റെ വസതിക്ക് മുന്നിലായിരുന്നു ആ പ്രതിഷേധം കണ്ടത്. പക്ഷേ കടന്നു പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് റെയ്ഡ് പൂർത്തിയാക്കിയപ്പോൾ ഇ.ഡി. സംഘം മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കണ്ണൂരിലും റെയ്ഡ് പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇ.ഡി. സംഘം ഒപ്പം CRPF അവർക്ക് സുരക്ഷ ഒരുക്കിയ CRPF-നും ആ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇത് അവിടുത്തെ പോലീസ് സന്നാഹമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ രാവിലെ 8:30-ക്ക് റെയ്ഡ് തുടങ്ങിയെന്നാണ് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി 10 ഇടങ്ങളിൽ, ഒപ്പം സംസ്ഥാനത്തിന് പുറത്ത് 2 ഇടങ്ങളിലും, അങ്ങനെ 12 കേന്ദ്രങ്ങളിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് റെയ്ഡ് നടന്നത്. തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വാടക വീട്ടിൽ, ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീട്ടിൽ ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. അവിടെയും പ്രതിഷേധമുണ്ട്. ഈ റെയ്ഡ് വാർത്ത 24 പുറത്തുവിട്ടതിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ച പ്രതിഷേധമാണ്. അതിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. വിവിധയിടങ്ങളിൽ കണ്ണൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലാണിത്. അവിടെ നിന്ന് ഇ.ഡി. സംഘം പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. പ്രവർത്തകരുടെ പ്രതിഷേധത്തെ അവർക്ക് വകഞ്ഞുമാറ്റി പുറത്തേക്ക് പോകേണ്ടതുണ്ട്. പോലീസ് അതിനുവേണ്ടിയുള്ള സുരക്ഷ ഒരുക്കുകയാണ്. ഗോപി, ഇപ്പോൾ ഏതായാലും ഡോക്ടർ ഉന്മേഷ്, ഇപ്പോൾ മഹസറിലെ വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ആ മഹസറിലെ വിവരങ്ങളാണ്. രാവിലെ 8:30-ക്ക് ഉദ്യോഗസ്ഥർ അവിടെ എത്തി അവരുടെ സെർച്ച്, അവരുടെ പരിശോധന തുടങ്ങി എന്ന് ആ മഹസറിൽ പറയുന്നുണ്ട്. 2 നില കെട്ടിടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടുത്തെ ഒരു കെയർടേക്കറായി നിന്നത് പിണറായി വിജയന്റെ അടുത്ത സുഹൃത്തായിരുന്ന നാണുവേട്ടൻ എന്ന് പറയുന്ന നാണുവാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ വെർണാക്കുലർ ലാംഗ്വേജിൽ, അതായത് മലയാളത്തിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് മഹസറിൽ പറയുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന് ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള, അതിന് ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന് ചേർന്ന് നിൽക്കുന്ന യാതൊന്നും, ഒരു രേഖയും ഒരു വസ്തുക്കളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ പരിശോധനയിൽ എന്നാണ് പിണറായി വിജയന്റെ കണ്ണൂരിലെ വസതിയിൽ പരിശോധന നടത്തിയ ശേഷമുള്ള മഹസറിൽ
ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വിവരങ്ങൾ അല്പം മുൻപ് എം പി ജയരാജൻ അവിടെ തടിച്ചുകൂടിയ പ്രതിഷേധിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള പ്രവർത്തകർക്ക് വായിച്ചു കേൾപ്പിച്ചു. അതിനുശേഷം അവരോട് ശാന്തരായി പിരിഞ്ഞു പോകാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. തുടർന്ന് അവർ പ്രകടനമായി മുന്നോട്ട് നീങ്ങാനുള്ള നിർദ്ദേശം അനുസരിച്ച് അവർ മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സംസ്ഥാന വ്യാപകമായി CPM തുടങ്ങി വെച്ചിരിക്കുന്ന പ്രതിഷേധത്തിന്റെ പലയിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ്. അതിനിടയിൽ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയന്റെ വാടക വീട്ടിലുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ ഒരു പുതിയ ഫ്ലക്സ് ബോർഡ് ഉയർന്നിട്ടുണ്ട്. ആ ഫ്ലക്സ് ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഇതിലും വലിയ വേട്ടയാടലുകൾ കണ്ടതാണ് എന്ന ഫ്ലക്സ് ഉയർന്നിരിക്കുന്നു. തിരുവനന്തപുരത്തെ പിണറായിയുടെ വസതിക്ക് മുന്നിൽ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് ആ ഫ്ലക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന മുദ്രാവാക്യം വിളികൾ പലയിടങ്ങളിൽ നടക്കുന്ന CPM പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉയരുന്ന മുദ്രാവാക്യം വിളികളാണ്. CPMന്റെ സമുന്നതരായ നേതാക്കളൊക്കെ തന്നെ തെരുവിൽ പ്രതിഷേധത്തിന് നേതൃത്വം നൽകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് നമുക്ക് ശൈലജ ടീച്ചറെ കാണാം, അവിടെ EP ജയരാജനെ കാണാം, MB ജയരാജനെ കാണാം, P ജയരാജനെ കാണാം. അങ്ങനെ കണ്ണൂരിലെ പാർട്ടി ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആ പ്രതിഷേധ യാത്രയ്ക്ക് നേതൃത്വം വഹിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ മറ്റു പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് വീടിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധവും അവിടെ പോലീസ് ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളും കേന്ദ്രസേന നേരത്തെ ഉദ്യോഗസ്ഥർ വീട്ടിൽ പരിശോധന നടത്തുമ്പോൾ അവരുടെ സുരക്ഷ ഉണ്ടായിരുന്നു. അവർക്ക് നേരെ ഉപയോഗിച്ചു കഴിഞ്ഞ പ്ലാസ്റ്റിക് കവറുകളും ചെരുപ്പും അതോടൊപ്പം കുപ്പിയുമൊക്കെ എറിഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം അണപൊട്ടിയത്. അങ്ങനെ പ്രകടനവും പ്രതിഷേധവും ഒക്കെയായി CPM അവരുടെ രാഷ്ട്രീയ പ്രതിരോധം ശക്തിപ്പെടുത്തിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പകപോക്കലിനുള്ള ചട്ടുകവും ആയുധവുമായി ഉപയോഗിക്കുന്നു എന്നത് CPMന്റെ നേരത്തെ തന്നെയുള്ള ആരോപണമാണ്. ആ ആരോപണത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രതിഷേധവും പ്രതിരോധവും കൂടുതൽ മൂർച്ചയുള്ളതാക്കി മാറ്റിയിരിക്കുന്നു. അതിന് വഴിയൊരുക്കിയതാകട്ടെ പിണറായി വിജയന്റെ 2 വസതികളിലും അതോടൊപ്പം തന്നെ മറ്റ് 10 ഇടങ്ങളിലും നടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡുകളാണ്. ഇപ്പോഴും പിണറായി താമസിക്കുന്ന തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ അദ്ദേഹത്തിന്റെ വാടക വീട്ടിലുള്ള ED പരിശോധന തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മകൾ വീണ, കൊച്ചുമകൻ എന്നിവർ ആ വീട്ടിൽ കഴിഞ്ഞ 8 മണിക്കൂറായി അവർക്ക് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് CPMലെ പ്രവർത്തകരെ സംബന്ധിച്ച് അങ്ങേയറ്റം അവരെ നിരാശപ്പെടുത്തുന്നതും അവരെ രോഷാകുലരാക്കുന്നതുമായ സംഭവമായി. അതിനെ തുടർന്നാണ് വീട്ടിലേക്ക് കടന്നു കയറാൻ വേണ്ടിയുള്ള ശ്രമമുണ്ടായത്. വി ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. ഏതായാലും സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് പാർട്ടി തയ്യാറെടുക്കുന്നു. അതിനുള്ള ആഹ്വാനം നേതാക്കൾ നൽകിക്കഴിഞ്ഞു. അതിന് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വൈകിട്ട് ബ്രാഞ്ച് തലത്തിൽ നടക്കാൻ പോകുന്ന പന്തംകുളത്തെ പ്രകടനമാണ്. നാളെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ഇടതുമുന്നണി ആഹ്വാനം നൽകിയിരിക്കുന്നു. ഡോക്ടർ ഉന്മേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.